നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. റെയിൽവേ സ്റ്റേഷനുകളിലെ പാർക്കിംഗ് കേന്ദ്രങ്ങൾക്കെതിരെ വ്യാപക പരാതി. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ 4 മത്സ്യത്തൊഴിലാളികളും സുരക്ഷിതരായി ചാവക്കാട് ബീച്ചിലെത്തി. മതിലകം കൂളിമുട്ടം സ്വദേശി ജ്യോതി, കയ്പമംഗലം സ്വദേശി മുകേഷ് എന്ന സുനിൽ, പെരിഞ്ഞനം സ്വദേശികളായ ഉണ്ണി, സുനി എന്നിവരാണ് ബ്ലാങ്കാട് ബീച്ചിൽ തിരിച്ചെത്തിയത്. ശബരിമലയിൽ നടന്നതുപോലെയുള്ള കൊള്ള തന്നെയാണ് പുനർജനി തട്ടിപ്പെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നേമത്ത് താൻ മത്സരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നും ശിവൻകുട്ടി. സംസ്ഥാനത്ത് കോഴിയിറച്ചിക്കും കോഴിമുട്ടയ്ക്കും വില കുതിക്കുന്നു. ഒരു മാസത്തിനിടയിൽ കോഴിയിറച്ചിക്ക് കിലോയ്ക്ക് 45 രൂപയോളം വർദ്ധിച്ച് 165-ലെത്തി. മാള കോട്ടയ്ക്കൽ സെന്റ് തെരേസാസ് ആശ്രമം പള്ളിയുടെ ഭാഗമായി 2 കപ്പേളയിൽ മോഷണം. നേർച്ചപ്പെട്ടി കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയിട്ടുള്ളത്. ഒരു കപ്പേളയുടെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. തൃശൂരിൽ നടക്കുന്ന രാജ്യാന്തര നാടകോത്സവത്തിന് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി. തിയേറ്റർ ഫെസ്റ്റിവൽ കേരള എന്ന വെബ്സൈറ്റ് വഴിയാണ് ടിക്കറ്റ് ബുക്കിംഗ്. ഈ മാസം 25 മുതൽ ഫെബ്രുവരി 1 വരെയാണ് രാജ്യാന്തര നാടകോത്സവം തൃശൂരിൽ അരങ്ങേറുന്നത്. കുന്നംകുളം തൃശൂർ റോഡിൽ ഗെയിൽ പൈപ്പ് ലൈൻ പൊട്ടി പാചകവാതകം ചോർന്നു. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി JCB ഉപയോഗിച്ച് മണ്ണ് മാന്തുന്നതിനിടെയാണ് പൈപ്പ് പൊട്ടി പാചകവാതകം ചോർന്നത്. ദേശീയപാത കറുകുറ്റിയിൽ ബൈക്ക് അപകടത്തിൽ കൊരട്ടി സ്വദേശിയായ യുവാവ് മരിച്ചു. കട്ടപ്പുറം പുറത്തൂർ വീട്ടിൽ ജൂബിയുടെ മകൻ 18 വയസ്സുള്ള അലൻ ജെയ്സാണ് മരിച്ചത്. സത്യേഷ് ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വെനുസലെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ ബന്ദിയാക്കി രാജ്യം പിടിച്ചെടുത്ത അമേരിക്കൻ നടപടിയിൽ പ്രതിഷേധിച്ച് CPI തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷന് മുൻപിൽ നടന്ന പ്രതിഷേധ സദസ്സ് CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി സുമേഷ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ട കെട്ടിടം ഉദ്ഘാടനം നടത്തിയതായി പരാതി. കിഴക്കേക്കോട്ടയിൽ മേക്കാട്ടുകുളം സ്ക്വയറിൽ ബ്രൈറ്റ് സാനിറ്ററി ആൻഡ് ഇലക്ട്രിക്കൽസ് എന്ന സ്ഥാപനമാണ് ഉദ്ഘാടനം നടത്തിയത്. കോസ്റ്റ് ഫോർഡിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലയിലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കായി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കേരള ഫോക്ലോർ അക്കാദമി യുവപ്രതിഭാ പുരസ്കാരത്തിന് പൂതൻതിറ കലാകാരൻ തിരുവില്ലാമല കണിയാർക്കോട് തെക്കേ മുല്ലയ്ക്കൽ സുധി ഉണ്ണികൃഷ്ണൻ അർഹനായി. ലിംക ബുക്സ് ഓഫ് റെക്കോർഡ്, ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്, 2022 കേരള സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് എന്നിവ നേടിയിട്ടുണ്ട്. വെള്ളാങ്ങല്ലൂർ കോണത്തുകുന്ന് ജംഗ്ഷൻ മുതൽ പുത്തൻചിറ മാണിയങ്കാവ് വരെ റോഡിൽ പൊടിശല്യം രൂക്ഷം. നവീകരണത്തിന്റെ ഭാഗമായി കരാറുകാരൻ കോൺക്രീറ്റ് അടങ്ങിയ മെറ്റൽ മിശ്രിതം റോഡിലിട്ടതാണ് പൊടിശല്യം രൂക്ഷമാക്കാൻ കാരണം. ആളൂർ തുരുത്തിപ്പറമ്പ് വിനോദ് സ്മാരക സാംസ്കാരിക നിലയം ഏർപ്പെടുത്തിയ മാധ്യമം പുരസ്കാരം ഡിനോ കൈനാടത്തിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് സമ്മാനിച്ചു. മാനവ സംസ്കൃതി പുരസ്കാരം ചാലക്കുടി സൌത്ത് റോട്ടറി ക്ലബിനും ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പരിസ്ഥിതി പ്രവർത്തകൻ VK ശ്രീധരനും ഏറ്റുവാങ്ങി. കൊച്ചി മുസറിസ് ബിനാലയുടെ ഔട്ട്റീച്ച് പരിപാടിയായി ആനന്ദിന്റെ രചനാലോകം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന സെമിനാർ ഇരിങ്ങാലക്കുടയിൽ നടക്കും. ശനിയാഴ്ച രാവിലെ 10-ന് M. മുകുന്ദൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. മറ്റത്തൂർ പഞ്ചായത്തിലെ BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് DYFI മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം DYFI സംസ്ഥാന പ്രസിഡന്റ് V. ഫസീഫ് ഉദ്ഘാടനം ചെയ്തു. 6 പതിറ്റാണ്ടോളം ഉടുക്കുകലയിൽ ജീവിതം സമർപ്പിച്ച എളനാട്ടിലെ ഈച്ചരത്ത് കുമാരൻ നായരുടെ ചരമവാർഷിക ദിനത്തിൽ ആചാരസ്മൃതി സംഘടിപ്പിച്ച ശിഷ്യന്മാർ. ഡോക്ടർ സതീഷ് പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ നാട്ടിക SNDP യൂണിയന്റെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തി. നാട്ടിക യൂണിയൻ ഭാരവാഹികളായ PV സുദീപ്, മോഹനൻ കണ്ണംപുള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. എളനാട് കുന്നുംപുറം മോർ ഇഗ്നാത്തിയോസ് ഏലിയ സിംഹാസന പള്ളിയിൽ പെരുന്നാളിന് കൊടിയേറി. ഫാദർ തോമസ് നെടിയപ്പാലയ്ക്കൽ കൊടിയേറ്റം നടത്തി. ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് പെരുന്നാൾ.
താലൂക്ക് തല സഹകരണ വാരാഘോഷം കൊടുങ്ങല്ലൂരിൽ നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം 3 പീടിക ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ER ജോഷി അധ്യക്ഷത വഹിച്ചു. പഴയനൂപ്പാടം സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിലെ പെരുന്നാൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ആഘോഷിക്കും. ഡോക്ടർ ഗീവർഗീസ് റമ്പാൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുവില്ലാമല പഞ്ചായത്ത് റോഡ് സ്വന്തം ചെലവിൽ യാത്രായോഗ്യമാക്കി മല്ലിച്ചിറ ഫാമിലി അസോസിയേഷൻ. ജലജീവൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡാണ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത്. വെനസ്വലയ്ക്ക് നേരെയുള്ള അമേരിക്കൻ അധിനിവേശത്തിനെതിരെ CPIM എൽ റെഡ് സ്റ്റാറിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സ്പീഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം PN പ്രൊവിൻസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നേപ്പാളിൽ നടന്ന പഞ്ചഗുസ്തി മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചു വന്നവർക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ കണ്ടശാങ്കടവ് സ്വദേശി KM ഹരി വെള്ളി മെഡലും വനിതകളുടെ 65 വിഭാഗത്തിൽ പട്ടിക്കാട് ചെമ്പൂത്ര സ്വദേശി CS സൗമ്യ 2 സ്വർണ്ണ മെഡലുകളും കരസ്ഥമാക്കി. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ ധനഹ തിരുനാളിനോടനുബന്ധിച്ച് കുരിശങ്ങാടി അമ്പു വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഫെസ്റ്റ് സംഘടിപ്പിക്കും. 10 വൈകിട്ട് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ കമ്പിടി തിരുനാളിന്റെ ഭാഗമായി വാഹന വെഞ്ചരിപ്പ് നടന്നു. അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽവിൻ അക്കരപ്പാറ്റേക്കൽ കാർമ്മികത്വം വഹിച്ചു. ഏങ്കങ്ങാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ സ്മാരക വായനശാലയിൽ നിഫെസ്റ്റ് സംഘടിപ്പിച്ചു. സീരിയൽ നടൻ ഷാജു ശ്രീധർ, മറിമായം ഫെയിം സലീം ഹസൻ എന്നിവർ ചേർന്ന് നവാസിന്റെ ഛായാചിത്രം സഹോദരൻ നിസാമിന് കൈമാറി. ചാവക്കാട് സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ടയെ കാപ്പ നിയമപ്രകാരം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ നിന്നും നാടുകടത്തി. ബ്ലാങ്ങാട് ബീച്ച് സ്വദേശി തെരുവത്ത് വീട്ടിൽ ആട് ഷിഹാബ് എന്ന ഷിഹാബിനെയാണ് 6 മാസത്തേക്ക് നാടുകടത്തിയത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ഡോക്ടർ റോമിയോ ജെയിംസ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി വടക്കൻ പുതുകാട് പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിലെ അമ്പ് തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോസ് എടക്കളത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. 9 മുതൽ 12 വരെയാണ് തിരുനാൾ. കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം ഹൈദരാലിയുടെ ഓർമ്മ ദിനം ആചരിച്ചു. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ നടന്ന സ്മൃതി ചടങ്ങ് കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മന്ത്രി PP ജോർജിന്റെ 18ാം ചരമവാർഷികം പുതുക്കാട് PP ജോർജ് മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. ട്രസ്റ്റ് ചെയർമാൻ സെബി കുടിയൻ അധ്യക്ഷത വഹിച്ചു. മുണ്ടൂരിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന കാർ വൈദ്യുതി പോസ്റ്റിലും വീട്ടുമതിലുകളിലും ഇടിച്ച് അപകടം. കർണാടക സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പഴഞ്ഞി കോട്ടലിൽ 28-കാരിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പഴഞ്ഞി കോട്ടോൽ സ്വദേശി കാടാമ്പുള്ളി വീട്ടിൽ ഗണേഷിന്റെ ഭാര്യ മനീഷയാണ് മരിച്ചത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.